കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് പിന്നെ കേട്ട് കഴിഞ്ഞാൽ ചിരിയും വരും. അതായത് ഗുണ്ടാ നേതാവും ബാക്കി സംഘാംഗങ്ങളും കൂടെ ഒരു ഹോട്ടലിൽ കയറി, ഒരു ഫുഡ് കഴിക്കാൻ കയറിയതാണ്. കയറി എന്തൊക്കെയോ ഫുഡ് ഓർഡർ ചെയ്തായിരിക്കും. പക്ഷേ ബീഫ് കറി ഓർഡർ ചെയ്തു. ബീഫ് കറി കൊണ്ടുവച്ചു. പക്ഷേ അതിനകത്തിൽ പീസുകളുടെ എണ്ണം വളരെ കുറവ്. തീർന്നില്ലേ കാര്യം. അപ്പം ഗുണ്ടകൾക്കും ഗുണ്ടകളുടെ തലവനും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ ഹോട്ടലുകാരനെ ഉടമയെ കയറി ശരിയാക്കി കളഞ്ഞു. അത് പത്രത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലേ, നമ്മളിങ്ങനെ പറയുമെങ്കിലും അവർക്ക് അങ്ങനെ ഒന്നും തല്ലാൻ. ഇപ്പം നമ്മളിപ്പം പറയാം, നമുക്കിപ്പം കടയിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആഹാരം പറയും, മോശമായി അല്ലെങ്കിൽ അത് കൊള്ളില്ല അല്ലെങ്കിൽ പഴകിയതാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അവരെ കയറി ഇങ്ങനെ കഷ്ണത്തിന് എണ്ണ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട്, കഷ്ണത്തിൽ എണ്ണം കുറവാണ്, ഇത്രയും കഷ്ണം പോരാ എന്നുള്ള പറഞ്ഞുകൊണ്ട് ഈ തല്ലുക എന്നൊക്കെ പറയുമ്പം അല്ലേ, കയ്യൂക്കാണ് അവിടെ ഭരണം നടത്തിയത്. അവരൊക്കെ ഗുണ്ടത്തലവനും ഒക്കെ ആയതുകൊണ്ട് അവരാരെയും പേടിക്കാനില്ല, തിരിച്ചു തല്ലില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് പാവത്തിനെ കയറി തല്ലി. ഇന്നത്തെ കാലത്തെ ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ വരുമ്പോഴത്തേക്കും ചിലയിടത്ത് കുറച്ചൊക്കെ കാണുള്ളൂ. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ച് ഈ വയ്ക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം വേണ്ടേ. ഒരു കട വാടകയ്ക്ക് എടുത്തേക്കണ വാടക, കറണ്ട് ബില്ല്, പിന്നെ തൊഴിലാളികളുടെ വരുമാനം, തൊഴിലാളികളുടെ കൂലി, പിന്നെ സാധനങ്ങളുടെ ചിലവ് അല്ലേ. ഇതിനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നടത്തുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ, വീട്ടിലേക്ക് അരി മേടിക്കാനുള്ള കാശ് കിട്ടണ്ടേ. അതും എല്ലാം ഇതിനകത്ത് നിന്ന് വേണ്ട. ചിലർക്ക് ഒരു പ്രശ്നമില്ല ഈ വിലയൊക്കെ കൂട്ടി. നമുക്ക് ചിലയിടത്ത് നിന്ന് വില കുറവായിരിക്കും, അത്യാവശ്യം നല്ല ഫുഡും ആയിരിക്കും. ചിലയിടത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ഫുഡാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നും. അത്രയ്ക്കും മോശമായിട്ടുള്ള ഫുഡുകളൊക്കെ ഉള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കെന്ത് ചെയ്യാം, കഴിക്കാനുള്ളത് കഴിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ഒന്ന് കരുതുക, നമ്മളൊരാളെ തല്ലുമ്പോൾ അവർക്ക് അത് രണ്ട് രീതിയിൽ അവർക്ക് പ്രശ്നമുണ്ടാക്കും. ഒന്ന്, ഒരാളെ ഒറ്റയ്ക്ക് തല്ലുക, മറ്റാരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഒരുപാട് ആളുകൾ കാണുകയും ഒരാളെ തല്ലുക എന്ന് പറയുമ്പോൾ അത് അവരെ ശരീരത്തിനല്ല, അവർക്ക് മനസ്സിനാണ് ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാകുന്നത്. ഞാനൊരു പെട്ടെന്നൊരു ഉദാഹരണം പറയാമെന്ന് പറഞ്ഞാൽ, മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു സിനിമയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അതിൽ ഒരു പ്രശ്നത്തിനും പോകാത്ത ഒരു സ്വഭാവക്കാരനാണ് ഈ മഹേഷ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അത് അത്ര മോശമായിട്ടാണ് അയാളെ ഉപദ്രവിച്ചത് ഇല്ലേ. ലാസ്റ്റത്തെ ആ ഒരു ഇതുണ്ട്, അവരുടെ മഹേഷിൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞില്ലേ ഇനി വിട്ടേരെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു, ജയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അപ്പം ആ ഒരു സംഭവം അയാളെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. അങ്ങനെ ചിരിപ്പില്ലാതെ നടക്കുന്നു അല്ലേ. കാരണം അയാൾ ചുറ്റും നോക്കുന്നുണ്ട്, എത്ര പേര് കാണുന്നു. അതുപോലൊരു സ്ഥലത്തിട്ട് അത്രയും വളരെ മോശമായ രീതിയിൽ അയാളെ ഉപദ്രവിച്ചു. തിരിച്ച് അയാൾ അതിനോട് പ്രതികാരം ചെയ്യുന്നു അല്ലേ. അപ്പം പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതികാരങ്ങളുണ്ടാകുന്നതും ഒരു ദേഷ്യം, പിന്നെ ചിലർ കൊലപാതകത്തിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ മറ്റുള്ളവർ കാണുക ഇത്തരത്തിൽ അപമാനിക്കുകയോ തല്ലുകയൊക്കെ ചെയ്യുന്നു. ഒത്തിരി പേരുടെ മുന്നിൽ വെച്ച് വലിയ ആൾ കളിക്കാൻ വേണ്ടി ചിലർ വാക്കുകൾ കൊണ്ട് അപമാനിക്കാറുണ്ട് ചിലർ. അപ്പോഴും നോവുന്നത് മനസ്സിനാണ്. മനസ്സിനേക്കുന്ന മുറിവ് മായ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകുന്നിടം വരെ ആ മനസ്സിങ്ങനെ നീറിക്കൊണ്ടിരിക്കും. കാരണം മറ്റുള്ളവർ ആണ് കാണുന്നത് അല്ലേ. ഒരു സമൂഹത്തിൻ്റെ മൊത്തം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ തല്ലുകയോ ഇങ്ങനെ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അല്ലേ. അപ്പം അയാൾക്കുണ്ടാകുന്ന ആ വേദന ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല.
അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊക്കെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് തല്ലുക, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു മനസ്സുണ്ട്, ഈ കേട്ട് നിൽക്കുന്നവർക്കും ഒരു മനസ്സുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അത് ആരും അങ്ങനെ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുമുണ്ട്. അതാണല്ലോ പല മനുഷ്യരുടെയും പലതരത്തിലുള്ള ചിന്താഗതികൾ, ശരിയല്ലേ?